ശാസ്ത്രലോകം കാത്തിരുന്ന ആ മഹാവിസ്മയം ഒടുവിൽ സംഭവിക്കാൻ പോവുകയാണ്. 50 വർഷത്തിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം മനുഷ്യൻ വീണ്ടും ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് യാത്ര തിരിക്കുന്നു. ആർട്ടിമസ് 2 ദൗത്യത്തിന്റെ ഏറ്റവും പുതിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നാസയുടെ കരുത്തുറ്റ സ്പേസ് ലോഞ്ച് സിസ്റ്റം റോക്കറ്റും ഓറിയോൺ പേടകവും ഈ ചരിത്രയാത്രയ്ക്കായി ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ പൂർണ്ണമായി സജ്ജമായി കഴിഞ്ഞു. ഈ ഏപ്രിൽ മാസം വിക്ഷേപിക്കാനായി നിശ്ചയിച്ചിരിക്കുമ്പോൾ ലോകം മുഴുവൻ ആവേശത്തോടെയും ആകാംക്ഷയോടെയുമാണ് ആ നിമിഷത്തിനായി കാത്തിരിക്കുന്നത്. ഈ ദൗത്യം ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത് കേവലം ഒരു ബഹിരാകാശ യാത്ര എന്ന നിലയിൽ മാത്രമല്ല. 4 ധീരരായ ബഹിരാകാശ സഞ്ചാരികളാണ് ഈ ദൗത്യത്തിൽ പങ്കാളികളാവുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് ഒരു വനിതയും ഒരു കറുത്ത വർഗക്കാരനും യാത്ര തിരിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഈ ദൗത്യത്തിനുണ്ട്. 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ യാത്ര ചന്ദ്രനിൽ മനുഷ്യന് സ്ഥിരമായ ഒരു താവളം ഒരുക്കുന്നതിനും അവിടെ നിന്ന് ചൊവ്വയിലേക്കുള്ള വലിയ ദൗത്യങ്ങൾ ആസൂത്രണം ചെയ്യാനുമുള്ള ഒരു മുന്നോടിയാണ്. ഭൂമിയിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെ ചന്ദ്രനെ വലം വെച്ച് സുരക്ഷിതമായി തിരിച്ചെത്തുക എന്നതാണ് ഈ പരീക്ഷണത്തിന്റെ ലക്ഷ്യം. മാനവ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സങ്കീർണവും എന്നാൽ ഏറ്റവും പ്രതീക്ഷ നിറഞ്ഞതുമായ ഒരു ദൗത്യമായിട്ടാണ് ആർട്ടിമസ് 2 ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നത്. പ്രപഞ്ചത്തിന്റെ അജ്ഞാതമായ കോണുകളിലേക്ക് മനുഷ്യന്റെ അറിവും സാങ്കേതിക വിദ്യയും വളരുന്നതിന്റെ തെളിവാണ് ഈ മുന്നേറ്റം. വിക്ഷേപണത്തിന്റെ ഓരോ ഘട്ടവും ലോകത്തിന്റെ മുന്നിൽ പുതിയൊരു പാഠപുസ്തകമായി മാറും. നമ്മുടെ സ്വപ്നങ്ങൾക്കുമപ്പുറം മനുഷ്യൻ പ്രപഞ്ചത്തെ കീഴടക്കാൻ ഒരുങ്ങുന്ന ഈ ചരിത്ര നിമിഷത്തെ നമുക്ക് സാക്ഷ്യം വഹിക്കാം.